ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 2 ബിരിയാണി കഴിക്കുന്നത്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ കഴിച്ചൊരു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. അതെ, ആ ഒരു ടേസ്റ്റ് എനിക്ക് നാട്ടിലും കിട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കൊച്ചു കടയെക്കുറിച്ചാണ്. മലബാർ ഹോട്ടൽ. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാടാ പറയുന്ന പോലെയാണ് ഇവിടുത്തെ ബിരിയാണി. സീറ്റിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ഉച്ചയ്ക്ക് പോയി തിരക്കിൽപ്പെടേണ്ട പറഞ്ഞ് ഒരു 11:30 ആകുമ്പോഴേക്കാണ് ഞാൻ അവിടെ എത്തി. ഞാൻ എത്തിയ സമയം കറക്റ്റായിരുന്നു. ഏട്ടന്മാർ ഇതാ ബിരിയാണി ചെമ്പ് കൊണ്ട് ഇങ്ങനെ വരുന്നു. അടിപൊളി മണമായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ. ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളവിടെ കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഏട്ടൻ ദാ കൊണ്ടുവരുന്നു ബീഫ് ബിരിയാണി. എൻ്റെ പൊന്നോ, അതിൻ്റെ മണം അടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതുപോലത്തെ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ഇത്രയും ടേസ്റ്റുള്ള ഒരു ബിരിയാണി കിട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. റൈസിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി, മീറ്റ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞേ ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു തലശ്ശേരി ദം ബിരിയാണി കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്ന സ്പീഡേ അറിഞ്ഞില്ല. അപ്പോഴേക്കും അടുത്ത ബിരിയാണി ഓർഡർ ചെയ്തു. അതേ ബിരിയാണി, സെയിം ബിരിയാണി തന്നെ ഞാൻ ഓർഡർ ചെയ്ത്. ചിക്കനേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് ബീഫായിരുന്നു. ഒന്നും നോക്കിയില്ല, അടിച്ച് മിന്നിച്ചു രണ്ടാമത്തെ ബിരിയാണി. ഇനി ഇതേപോലത്തെ ബിരിയാണി കഴിക്കണമെങ്കിൽ എനിക്ക് 30 കിലോമീറ്റർ ഓടി വരണം. അതുകൊണ്ടാണ് 2 ബിരിയാണി ഞാൻ കഴിച്ചു. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 ബിരിയാണി കഴിച്ചിട്ടില്ല. 2 പീസ് ബാക്കി വെച്ച് എല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ വയറങ്ങോട്ട് പൊട്ടാറായി. എങ്ങനെയൊക്കെയോ ഇരുന്നവിടെ നിന്ന് എണിച്ച് നടന്ന് നീങ്ങി വന്ന് കയ്യൊക്കെ കഴുകി. ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊഴൽമന്നത്ത് നിന്ന് തിരുവില്ലാമല പോണ റൂട്ട്. ആ റൂട്ടിൽ കോട്ടായി കഴിഞ്ഞിട്ട് ഒരു പമ്പുണ്ട്, പെട്രോൾ പമ്പ്. ആ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കട വരുന്നത്. ബിരിയാണിയാണ് ഈ കടയിലെ മെയിൻ. ബിരിയാണിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. അടിപൊളി ബിരിയാണിയാണ്. പിന്നൊരു കാര്യം, ഞാനൊരു ഫുഡ് ബ്ലോഗർ അല്ല. നല്ല രുചി നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ.